ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു ട്രിപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ് നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്നൊരു തലേന്ന് നോക്കിയാൽ ജിമ്മുണ്ട്, പടക്കം ബഷീറുണ്ട്, ഇക്കുണ്ട്, നിഹാലുണ്ട്, അസറുണ്ട്, അർഷിണ്ട്, ബാസിൽക്കുണ്ട്. അപ്പോൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ഈ ഒരു കിടിലൻ കോസ്റ്റ്യൂമിൽ വന്നത്? ഞാനല്ലാത്ത എല്ലാവരും ഒന്ന് കിടിലൻ കോസ്റ്റ്യൂം എടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബൈക്ക് ട്രിപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബൈക്ക് ട്രിപ്പിൽ നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത് ബറാക്ക് റോയൽ എൻഫീൽഡിൻ്റെ കൂടെയാണ്. നമ്മുടെ നിലമ്പൂരും കോട്ടക്കലൊക്കെ ബ്രാഞ്ചുകളുള്ള ബറാക്ക് റോയൽ എൻഫീൽഡിൻ്റെ കൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങളിലെ പോലെ തന്നെ 6 റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബൈക്കുകളാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് യാത്ര ചെയ്യാൻ. അതിൽ GT ഉണ്ട്, സൂപ്പർ മെറ്റിയോർ ഉണ്ട്, ഗറില്ല പറഞ്ഞ ബൈക്കുണ്ട്, പിന്നെ ഹിമാലയൻ ഉണ്ട്, പിന്നെ ക്ലാസിക്കും ഉണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ ബൈക്കുകളായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അസറ ഏത് ബൈക്കാണ് എടുക്കുന്നത്? കൂട്ടത്തിലെ കൊമ്പൻ GT. അർച്ചി ഏതാണ് കിട്ടുന്നത്? അർച്ചി ഏതായാലും കിട്ടിയാൽ മതി. ബാസിൽ സുനി അല്ല, ബൈക്ക് ഏതാ എടുക്കണേ? സുനി എന്ന് പറഞ്ഞ ക്ലാസിക് നീ ആരേതാ എടുക്കണേ? ഹിമാലയന്. അപ്പൊ ഇവരൊക്കെ വന്നപ്പോ തന്നെ വലിയ കുട്ടികളെ ആഗ്രഹമല്ലേ. ജിമ്മി ഏതെടുക്കണേ? ബൈക്ക് അടിപൊളി ബൈക്കാണ്, നല്ല പവർ സാധനമാണ് പറഞ്ഞത്. അപ്പൊ മെല്ലെ അതിന് വലിയ കോളുമില്ല ബൈക്ക്, അപ്പൊ മെല്ലെ കയറി എടുക്കും. സൂപ്പർ മെറ്റിയോർ ഈ വണ്ടി 650cc ആണ്. അപ്പം സൗണ്ടാക്കല് അപ്പൊ ഇന്നത്തെ യാത്ര നമ്മളിവിടെ നിലമ്പൂര് ബറാക്ക് റോയൽ എൻഫീൽഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പോകുന്നത് വയനാട്ടിലുള്ള വൈത്തിരിയുള്ള റിസോർട്ടായിട്ടുള്ള ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ യാത്രയിലുടനീളമുള്ള വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ റിസോർട്ട് ചെന്നുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ യാത്ര ആരംഭിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിതിൻ്റെ ഫുൾ വീഡിയോസ് എടുത്തു തരാൻ വേണ്ടി കണ്ണൂരിൽ നിന്നും രാവിലെ 4 മണിക്ക് ട്രെയിൻ കയറി 6 മണിക്ക് കോഴിക്കോട് എത്തി, 7 മണിക്ക് കോഴിക്കോട് നിന്ന് ബസ് കയറി 9:30-10 മണിക്ക് നിലമ്പൂരെത്തിയ എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ അസീബ് അവർകളാണ്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫറാണ് അസീബ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ടോവിനോൻ്റെ പരിപാടിക്ക് പോയപ്പോഴും എല്ലാ ടൈമിലും എൻ്റെ കൂടെ വീഡിയോ എടുക്കാനും അതുപോലെ പ്ലാൻ ടു കൊണ്ട് ഒരുപാട് പരിപാടികൾക്ക് എല്ലാത്തിനും അസീബ് പോയിരുന്നു. അപ്പം അസീബിൻ്റെ വണ്ടി നമ്പർ ഏതിനി പോയേ? 13 അതിൻ്റെ ഫോട്ടോ ഉണ്ടോ? അതായത് അസീബ് ഇപ്പം അടുത്തൊരു വർക്കിന് പോയ ടൈമിൽ അസീബിൻ്റെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്നു. അപ്പം ഇതാണ് അസീബിൻ്റെ വണ്ടി. 100 അസീബ് KL13 AW 1095 ബ്ലാക്ക് 100 റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിപ്പോയ വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടി കാണാതായിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വ്ളോഗ് കാണുന്ന ആൾക്കാർ എവിടെയെങ്കിലും പരിസരത്ത് ഏതെങ്കിലും നോക്കി ഈ വണ്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ മസ്റ്റായിട്ടും അറിയിക്കണം എന്ന് പറയണം കേട്ടോ. ഇത് ചെക്കൻ്റെ വണ്ടിയാണ്, ഇത് പോയിട്ട് 2-3 ദിവസമായി. ഇൻഷാല്ലാ നമ്മൾ കിട്ടും പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലും പാവം എന്നോട് പറഞ്ഞു, ഞാൻ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടി വരികയാണ് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ പറഞ്ഞു എന്തായാലും ഈ പോര് അതിന് പറ്റിയൊരു ട്രിപ്പാവും ഈ ട്രിപ്പ് എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ വണ്ടിയല്ലേ, അത് നമുക്ക് തിരിച്ച് കിട്ടും പ്രതീക്ഷിക്കല്ലേ. നമുക്ക് അതിൻ്റെ മാർഗ്ഗങ്ങൾ പടച്ചവനായിട്ട് വണ്ടി വാങ്ങാൻ ഒരു മാർഗ്ഗം പടച്ചവൻ കാണിച്ചു നിൽക്കണമെങ്കിൽ വണ്ടി തരാനും പടച്ച ഒരു മാർഗ്ഗം ഇൻഷാല്ലാ കാണിച്ചു തരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാല്ലാ. അപ്പം ഈ ഒരു യാത്ര ഇവിടെ ആരംഭിക്കണം. ഒരുപാട് റൈഡേഴ്സ്. ബ്രോ ബ്രോന്റെ പേരെന്താ? അപ്പോ ഫയർഫോഴ്സ് അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കാണാം. അപ്പോൾ ബാസിൽക്ക ക്ലാസിക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 ഹിമാലയൻ അവിടെ കിടക്കുന്നുണ്ട്, ഒരു ഗറില്ല കിടക്കുന്നുണ്ട്, ഒരു സൂപ്പർ മെറ്റിയോർ ഉണ്ട്. സൂപ്പർ മെറ്റിയോറും അർച്ചിയുണ്ട്. അർച്ചിക്ക് മുതലായി അത്യാവശ്യം സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ. ഒരു GT ഉണ്ട്. ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോയ്സ് വെയിറ്റിംഗ്. നിഹാലേ ഹിമാലയൻ അല്ലേ? അപ്പൊ 2 ഉണ്ടല്ലോ, 2 മാറി മാറി കേട്ടാ. എല്ലാ ബൈക്ക് പിരാന്തന്മാരാട്ടോ. എന്തായാലും പോയോക്കാം. GT മസറുമാണ്, പോയോക്കാം. ഇത് റൈഡിങ് ആണ്, റേസിംഗ് അല്ല എന്നൊന്ന് പറഞ്ഞെടുത്ത് വരട്ടെ.
ഇതാ അസറു യാത്ര പുറപ്പെട്ടു. ഹർഷി പരീക്കോയി ഉണ്ടായില്ലേ? ഹർഷിയെ ഇതിലേറെ നിഹാൽ പുറപ്പെട്ടു. സൽമാൻ പുറപ്പെട്ടു. ഇക്കു പുറപ്പെട്ടു. ഇക്കുനെ കയറ്റി വെച്ച പോലെ ഉണ്ട് കേട്ടാ. ഇതാ അവസാനം കാക്ക വന്നിട്ടോ. അസിപ്പ് കയറിക്കോ. അരീക്കോട് മുക്ക തന്നെ ബാസിൽ ബൈക്കാർ വിളിച്ചറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കൂട്ടുകാരെല്ലാവരും യാത്ര തിരിക്കുകയാണ്. ഹിമാലയൻ മേൽ ഹർഷി, മറ്റൊരു ഹിമാലയൻ മേൽ ഇക്കു, ഗറില്ലയിൽ മേൽ വെറുതെ കയറി ലൈസൻസ് ഇല്ലാതെ പൂതി തീർക്കുന്നത് സ്റ്റീൽ, സൂപ്പർ മെറ്റീർ മേൽ തെരസ്ട്രല്ലോ അസറു, കോണ്ടിനെന്റൽ മേൽ ജിമ്മി ക്ലാസിക് വില്ലൻ, ഈ കഥയിലെ സുനി, എന്റെ കഥയിലെ നായകൻ ബാസിലിക്ക. സുനി പണ്ടേ ഇങ്ങനെയാ, അപ്രതീക്ഷിതമായിട്ടായിരിക്കും സുനിയുടെ എൻട്രി. പോലെ മക്കൾസ്, നിങ്ങൾക്ക് വണ്ടിയില്ലേ? എവിടെ വണ്ടി? കാറിലല്ലേ? കേറിക്കോളി. കാറിപ്പോരി പോവാ. എടുക്കല്ലേ? അപ്പൊ ചെക്കന്മാരെല്ലാരും വണ്ടിമ പോരാണ്. ഞാൻ പെരടി വിളിക്ക് സൈഡായതുകൊണ്ട് ഞാൻ കാറിലാണ്. നമുക്ക് പോയോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബൈക്ക് യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഈ ചെമ്പ്ര പീക്ക് ഇവിടെയുള്ള ജോസൽ ഹോംസിലെത്തി. വൈത്തിരിട്ടാ അങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുപോകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അങ്ങോട്ട് നേരത്തെ തന്നെ വരും. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ വന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ബാത്റൂം കണ്ടപാട് ഇമ്പ്രസ്ഡായി. ഒടുക്കത്തെ ഇമ്പ്രഷൻ. അതുപോലെ പ്രോപ്പർട്ടി എങ്ങനെ നോക്കിയാലും, എങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര പീസാണ്. എടാ 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 ആനന്റെ സൗണ്ട് വന്ന് നോക്കി. ആനന്റെ സൗണ്ട് ഞാൻ കേട്ട്. എന്താ പാപ്പാനോ ഇങ്ങനെ നെഞ്ചും വിരിച്ചല്ല? അവിടുന്ന് സൗണ്ട് കേട്ട്. 3 ദിവസം അടുപ്പിച്ചു അല്ല, അത് ആനന്റെ ഡെസിബെല്ല്. എടാ മാർക്കണ്ട, അങ്ങനെ ആർക്കാൻ ബാക്കിയുണ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മരിച്ചെടുക്കാതെ നിങ്ങളെ മേത്ത് ഒരു ആനയും തൊടും. ഉറപ്പാണ്. അതാണ് ഞാൻ തരുന്ന വാക്ക്. അതാണ് മൊയ്തീന്റെ വാക്ക്. അന്റെ മഞ്ചത്തമ്മ ചവിട്ടിട്ട് ഞങ്ങളടുത്ത് കാണാൻ പറ്റും. നെഞ്ചത്തെ ചവിട്ടത് ആനക്ക് നിങ്ങളടുത്ത് കൂടെ വരാൻ കഴിയില്ല. ഇറങ്ങി പോയ ഇവിടെ പുല്ല് പോലെ മുളക്കില്ല. ആ പാച്ചു പോയി. ഞാനതല്ലേ പറഞ്ഞത്. എന്ത് ചവിട്ടാ കിട്ടൂല. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടല്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആനൻ്റെ സൗണ്ട് അപ്പം നമ്മൾ കേട്ടെ. കാരണം ഈ ഏരിയയിൽ കുറച്ച് ആനയും പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് ഈ പ്രോപ്പർട്ടി. അപ്പം നമുക്ക് മെല്ലെ ഈ പ്രോപ്പർട്ടി കയറി ഇങ്ങനെ കണ്ടോക്കാം. സൈക്കോ എന്തോ തമാശ പറഞ്ഞ കേട്ടില്ല, ഒന്നുകൂടി പറയാൻ മതി. അപ്പം ഇവിടുന്ന് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ എന്താ പറയാ, ഞാൻ ഭയങ്കര സങ്കടത്തിലേനു. ഇത് കണ്ടപ്പോ ചിരിച്ചു പോയി. എത്ര സങ്കടത്തിലാണ്. സ്വന്തം വീഡിയോ കണ്ടിരിക്കട്ടാ. ഊക്കി വിട്ട വീഡിയോ ആണെങ്കിലും പ്രൗഡായി കാണാ. ഊക്കിട്ട വീഡിയോ എന്നിട്ടും കാണാ. അപ്പം ഈ പ്രോപ്പർട്ടി ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഈ റൂമിൽ പോയേക്കട്ടാ. ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. ക്യാരം ബോർഡ്, അതുപോലെ ഈ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയൂല. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് റൂം. ചെങ്ങന്മാരോട് അലമ്പാക്കരുത് പറഞ്ഞിട്ടാ. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് റൂം കേട്ടാ. വളരെ അടിപൊളി പ്രീമിയം റൂം. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് ഫ്രണ്ടത്തെ വ്യൂ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക വാസിലെ, ബാത്റൂം. ഞാനൊരു വീട് ഇൻഷാ അല്ലാഹ് എനിക്ക് പഠിച്ച ആദ്യം ഉണ്ടാക്കണം. ഞാൻ അതേപോലെ ഇമ്മറപ്പാടേക്ക് തുറന്നിരിക്കുന്ന ഒരു ബാത്റൂം ഉണ്ടാക്കും.
ഒരു രക്ഷയില്ല. കാടുന്നു അല്ല പോയോ കിംഷ? കുഴപ്പമില്ല, ഇവിടെ ഷവർ കേട്ടോ, ഇവിടെ ഷവറും പരിപാടി ഉണ്ട്. അതായത് രാവിലെ ഞമ്മക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാത്റൂമിൽ എന്തേ പറ്റിയോടാ? എന്തൊരു ശബ്ദം. രമണ നീ ഓക്കെ അല്ല? പ്രശ്നമില്ല. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഹോസ്പിറ്റലിലായാലൊന്ന് പോകേണ്ടി വരും. അപ്പൊ എല്ലാവരും ഇങ്ങനെ വിചാരിക്കണം ഞാനെന്ത് ഈ ഒരു ആംഗിളിൽ മാത്രം സംസാരിക്കണത്. സോറി, ഒന്നും വിചാരിക്കരുത്. തല ഒളക്കിക്കണേ, ബോഡി ഫുള്ള് ചെരിച്ചാലേ എനിക്ക് ആ വ്യക്തിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ അപ്പൊ ബാസിനോട് സംസാരിക്കാൻ തന്നെ ഞാൻ ഇങ്ങോട്ടാ വന്നത്. കാരണം ബാസിന്റെ കാല് പറ്റിയ ശബ്ദം മാത്രമേ കേട്ടത്. എന്താ ഒരു ശബ്ദം പറഞ്ഞിട്ട് ഞാൻ 2 മിനിറ്റ് ലേറ്റിലാണ് ഓടുന്നത് ഇപ്പൊ ലൈഫ്. അപ്പൊ ഇതാണ് ബാത്റൂം. നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ബാത്റൂമാണ് കേട്ടോ. ബാസിൽ എൻ്റെ ഇപ്പം. അപ്പൊ ഇനി നമ്മള് അടുത്ത റൂം കാണാൻ പോട്ടെ. വാ, ഇത് ഇവിടുത്തെ കരോത്സംഗം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആ 2 വരെ അറിയുള്ളൂ നിങ്ങൾക്ക്. ലങ്കി 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 മാറിയുന്നോളെ പറഞ്ഞിട്ട് എല്ലാ കല്യാണ പരിപാടികളും അങ്ങനത്തെ കുറച്ച് ടീം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ഇവിടുത്തെ വ്യൂ ഞാൻ രാവിലെ എല്ലാവർക്കും കാണിച്ചു കേട്ടോ. അടിപൊളി വ്യൂ ആവാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അസറോടെ ബാത്റൂം പോകണ്ട, ആ ക്ലിപ്പ് ഇങ്ങനെ വെക്കണം. ബാത്റൂം എക്സ്പീരിയൻസ്. ഇവിടെ ഒരു ഹാള്, നൈസായിട്ട് TV ഒക്കെ കണ്ട് ചില്ല് ചെയ്തിരിക്കാൻ. സൽമാൻ എന്താണ് മാറിയിരിക്കുന്നത്? എന്താണ് എയർ ഡ്രോപ്പ് ചെയ്യുന്നത് ഞങ്ങളെ കൂട്ടാതെ? എന്ത് വീഡിയോ സൽമാൻ? ആ വീഡിയോ ഞങ്ങൾ കൂടെ കാണട്ടെ സൽമാനെ. ഇതെന്താ വണ്ടിയിൽ പോയ വീഡിയോ? ആ വണ്ടിയിൽ പോയ വീഡിയോ സ്റ്റോറി ഇടാൻ വേണ്ടി എയർ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ അടിപൊളി വ്യൂ ആവുന്ന എനിക്ക് രാവിലെ എണീച്ചാൽ എന്തായാലും മനസ്സിലാവും കേട്ടോ. ഇവിടുന്ന് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു ബാൽക്കണി, ഇവിടെ ഒരു ഇതേപോലെ നല്ല റൂം കേട്ടോ. ഈ റൂമിൽ നിന്ന് നീച്ചാലുള്ള വ്യൂ ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മള് രാവിലെ വരുമ്പോൾ തന്നെ ഇതിലേക്ക് നോക്കിയാൽ എന്താ ഇവിടുത്തെ വ്യൂ. നമ്മൾ രാത്രിയാണ് വരുന്നുണ്ടെങ്കിൽ രാവിലെ എങ്ങനെയാ വ്യൂ എന്നുള്ളത് ഇവിടെ ലൈറ്റ് ഇട്ട് എടുത്തു വെച്ചിരിക്കണ്. ആ നമുക്ക് പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പ്ലാന്റേഷനോ ഫൗണ്ടേഷനോ ഇതിനെന്താ പറയാ? വെള്ളമൊക്കെ ചാടണതിന് വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. വെള്ളച്ചാട്ടം ഉണ്ട്. നടുവിലല്ലോ പക്ഷെ ഇത് സൈഡ് മുറ്റം. അതായത് ഇതിന്റെ സൈഡിലാണ് ബുക്ക് വായനാശീലമുള്ളവർക്ക് ഈ ബാത്റൂം. ഇല്ല ബാസിലെ വന്നപ്പോ തപ്പുണ്ട് നല്ലൊരു ബാത്റൂം. അതായത് ഈ ചെങ്ങൈമാരപ്പൊക്കെ അല്ല ട്രിപ്പ് വന്നിക്കണത്. എവിടൊക്കെ പഴുതുകളില്ല. ഇത് ക്ലോസ് ചെയ്യാം. എവിടൊക്കെ പഴുതുകളില്ലാന്ന് പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം കേട്ടോ. ഒരാള് ബാത്റൂം പോകുമ്പോ 8 ക്യാമറ. ഹർഷിനോട് പറഞ്ഞേ ഞാൻ ഡ്രോണായിട്ടാ വന്നിക്കണേ. അവിടുന്ന് എനിക്ക് കിട്ടും തരാ. ഞാനും കരുതിയപ്പോ 2 ദിവസമൊക്കെ എങ്ങനെയാ ബാത്റൂം പോകാതെ പിടിച്ചിരിക്ക. അപ്പം ഇതാണ് ഇവിടുത്തെ ബാത്റൂം ട്ടാ. ജ്യൂസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പം ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ഇനി ക്യാമ്പ് ഫയറും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്നറിയില്ല, എന്തായാലും എനിക്ക് കാണുന്നുണ്ട്. അവിടെ ക്യാമ്പ് ഫയറും സെറ്റപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു ഡൈനിങ് ഹാൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആണ്. നമ്മളോട് വന്ന ടൈം മുതൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കൈൻഡായിട്ടാണ് ഇവിടുത്തെ ഓരോരുത്തരും നമ്മളോട് പെരുമാറുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ കംഫർട്ട് ചെയ്യുന്നത് ചെറിയ രീതിയിലല്ല, അടിപൊളിയാണ്. ഒടുക്കത്തെ ഫാൻ കേട്ടോ, മാരക ഫാൻ. ഫുള്ളൊരു വിൻറ്റേജ് വൈബിലായി പക്ഷേ അല്ലേ? നമ്മളെപ്പോഴും ഈ മോഡേൺ സ്ഥലങ്ങൾക്ക് മാത്രം പോയിട്ട് ഇതിലേക്ക് വരുമ്പം ഒരു വേറെ തന്നെ ഒരു സുഖം, ഒരു പഴമയുടെ തനിമ എന്നൊക്കെ പറയുന്നത്. ബംഗ്ലാവ് ഒരു ബംഗ്ലാവ് അല്ല, ഓന് മധുരമില്ലാതെ കുടിക്കാറ്റില്ലടാ. നല്ല മധുരം ഉണ്ടാവും. നബിൽ എപ്പോഴും പഞ്ചാര കൂട്ടിയിട്ടാണ് കുടിക്കുക. വാ നബിൽ ഷുഗർ ഡാഡിയാ. ഇനി നമുക്ക് ആ ഭാഗത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടാം. അപ്പം ഇതാണ് പ്രോപ്പർട്ടി വാക്ക് അറൗണ്ട്. ഇതിൻ്റെ രാവിലത്തെ വിഷ്വൽസ് എല്ലാം ഞാൻ എന്തായാലും
ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊട്ടലി ബുക്ക് ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ഇവിടുത്തെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, വാശിയേറിയ ഓട്ട മത്സരം ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ഗെയിംസ് ഉണ്ടായിട്ട് ഇവിടെ മറ്റേ ഇതുണ്ട്, അമ്പെയ്ത്തുണ്ട്, പിന്നെ ക്യാരം ബോർഡ് ഉണ്ട്, പിന്നെ ബിൽ ബോർഡ് ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഇവിടെ ഓട്ട മത്സരം നടത്തുകയാണ്. സൽമാനെ ചിറിമൂറും പോണോ നോക്കട്ടോ. പടച്ച റബ്ബേ. അടുത്ത ഇക്കോ എത്ര ടൈം എത്ര? അടുത്ത ഇക്കോ വാഴക്കാടിന്റെ മാനം കാക്കാൻ വേണ്ടി ഇക്കു പറക്കാൻ ഒരുങ്ങി. ഇക്കോ പറക്കും. ഇക്കോ ഓ പറക്കുന്ന സ്റ്റെപ്പുകൾ. അത് കാല് കൊറേ വെച്ചിട്ട് നീളം പോണില്ല. പെരു ഓട്ടം നീളം പോണില്ല. ആക്ഷൻ അടിപൊളിയാ, നീളം പോണില്ല. ഇതിലിട്ട് എല്ലാം ഇതിൽ കിട്ടുണ്ടാ. അടുത്തതായി ഷാനുക്ക. ഇത് പോണതേ മെല്ല, വരുന്നതും മെല്ല. വ്ളോഗ് ചെക്ക് ചെയ്താണ്. വ്ളോഗ് ഓഫ് ആക്കില്ല. ലാസ്റ്റ് നോക്കാം. 2 സെക്കൻഡ് കൂട്ടിക്കോ. എന്നായിക്കോട്ടെ, 2 മില്ലി സെക്കൻഡ് വിട്ടോടിക്ക്. ഒളിമ്പിക്സ് ഒന്നും അല്ലല്ലോ, കുട്ടികൾ കളിച്ചു. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്താണ്. ഓടി തോൽപ്പിക്കാസോ. പഞ്ചായത്ത് ഗ്രൗണ്ടാണല്ലോ. ഒളിമ്പിക്സ് ഇപ്പത്തെ കാണണ്ട. അയ്യോ, എടാ അത് വേണ്ട വേണ്ട. നിങ്ങൾക്കൊക്കെ ബുദ്ധി പോയാ? അന്റെ ബുദ്ധി പോയാ? അല്ലേ അയിമട്ടി വീണാൽ ഇങ്ങനെയാവും. സ്ലോ മോഷനിലല്ലേ വെക്കുക. ഡിസ്ക് പോവൂലേ? വേണ്ട. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഈ ഡേഞ്ചർ സ്പോർട്സ് മാറ്റിയിട്ട് എന്താക്കിക്കണേ, സ്റ്റാൻഡിങ് ജമ്പിലേക്ക് മാറ്റിട്ടാ. ഫസ്റ്റ് ആസറു ഇതെന്താ മറ്റേതില്ലേ? ആസറോ ചാട്. എവിടുന്ന ചാടണേ? ഈ രണ്ട് കോളത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് എവിടുന്നും ചാടാം. അങ്ങനെ അതാ സുഖം. ഈ കോളത്തിന്റെ ഉള്ളിൽ നിന്ന് എവിടേക്കും ചാടാം. പക്ഷെ മുന്നിക്ക് വരാൻ പാടില്ല, ലൈനിന് തട്ടാനും പാടില്ല. അങ്ങനെ ചാടിക്കോ. ആ രണ്ട് കോളത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് എങ്ങോട്ടും ചാടാം, അത്ര ദൂരം ചാടാം. നോ പ്രോബ്ലം. ഞാൻ അതെന്താ ലൈറ്റ് ആന വരുന്നുണ്ടോ? അത് ലൈറ്റ് ആരാ ചോദിച്ചാ പോരെ? ആരാ ചോദിച്ചാ പോരെന്നോ? അത്രേ ഉള്ളൂ കേക്കോ. ലൈറ്റ് കണ്ടടാ,
എടാ ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്. അവിടെ കാറിന്റെ ബാക്കിലാരുണ്ടോ? ഞാൻ ചെല്ലട്ടെ. ഇല്ലട എത്ര ദൂരം ആരും വരില്ല, തോന്നിയതാവും. ഇങ്ങോട്ട് പോരി. സാറില്ല ഓക്കെ. എന്താ ഇക്കു പെട്ടെന്ന് വരുന്നേ? അപ്പൊ സ്റ്റാൻഡിങ് ജമ്പ് ഇത് വേറെ റൂമാണോ? വളർത്തി ഔട്ടിയാ. ആരും പേടിക്കണ്ട, നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. പേരടി കുറ്റിട്ടാളെ പുറത്തുനിന്ന് ആരും കേട്ടിട്ട് പറഞ്ഞു. ഇവിടെ നമ്മളെ മാത്രം എടുത്ത ബുക്കിംഗ് അല്ലേ? കോളെന്തിനാ ഈ നേരത്തെ വന്നേ? ആ ടൈം നോക്കി ചേട്ടോ. ചാടിക്കോ. അപ്പൊ അടുത്തതായി സ്റ്റാൻഡിങ് ജമ്പ്. ഇത് വരച്ചിട്ടാ മതി. വരച്ചാ മതി. നമുക്കറിയാം അവനെ വരെ അവനെ ഓർമ്മ ഉണ്ടായാൽ മതി. ഇതുകൊണ്ട് ഒരു ചെറിയ വരച്ചിട്ടാ മതി മുത്തേ. വരക്കണോ വായിക്കണൊക്കെ ഇതിനെന്താ? ചാടിക്കോ അസറോ, ചാടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതൊക്കെ കാലമോ കണ്ടല്ലേ? ഇതിങ്ങനെ നീട്ടി വെക്കുക. എന്താ ഇനി പടുത്താളത്തി നമുക്ക് ചാടും. ചാടി അവിടെ തന്നെ വരച്ചു കൊടുക്കും. ലാഗാവുണ്ട്. വേഗം ചാടി, വേഗം ചാടറിഞ്ഞാലേ. ചാടറാ. അതല്ലേ? ആ തന്നെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു ചാണ്ട വ്യത്യാസം, ഒരു കയ്യിന്റെ വ്യത്യാസം. അടുത്തത് പടക്കം. സ്റ്റാൻഡിങ് ജമ്പ് നമുക്ക് റൺ ചെയ്തൊന്ന് ചാടാം. ഇതിലെന്ന് ചാടണം. എനിക്കൊന്ന് പ്രിപ്പയർ ആവണം. ഒന്ന് ചാട ചെങ്ങ. മാറുന്നോ? ചാടി വരുന്ന വളർത്തി. ഞാൻ വരച്ചിട്ടോ ഇവിടെ തന്നെ. എടാ ഡിസ്കേ എന്താണ് ഇതിലാണ് കാല് വെക്കാൻ പറ്റുള്ളൂ. ചാട് സൽമാനെ. മാറ്റുണ്ട്. നിഹാലിന് കുറച്ച് കട്ടുള്ള വരാ. ഇത് സൽമാന്. വലുതാക്കി വെച്ചോ. ഇനി സൈക്കോ. വര സൽമാനെ. ഹംബിൾ. തോൽക്കുന്ന പറഞ്ഞ മത്സരിക്കാം. നോ കോൺഫിഡൻസ്. തവളെ ഞാൻ ഒറ്റക്കാലം അടുത്തതായി ബോസ്. ശരിയാ, പേരടി തന്നെ വിളിക്കണ്ടേ. അങ്ങനെ വിളിച്ചണ്ട. മുട്ടടാ. രണ്ടു മുട്ടും
പൊട്ടി ഞാൻ കട്ടയില്ല പോട്ടോ. ഒറ്റക്കാലം എല്ലാ വെയിറ്റും പോകും. ഞാൻ ഒറ്റക്കാലം ചാടാനുള്ള പ്ലാനാണ്. പേടിച്ചു കേട്ടോ. അതാ അടച്ചോ വമ്പു ടൈപ്പ് എടാ ഇബടുക്കടൻ ചാടിയേ. ആണോ? അല്ലല്ല അല്ലല്ല വെയിറ്റ്, ഈ ബംഗ്ലാവ് ഉണ്ടാക്കി ഇങ്ങനെയാ. അപ്പൊ അങ്ങനെയൊക്കെ ആനാണ് ഫസ്റ്റ്. എടാ ഞാൻ ഓക്കെ സാർ. എടാ ശരിക്കും നിങ്ങൾ പറ്റിച്ചല്ലേ ഞാൻ എവിടെ ചാടിയേ? അവിടെ ഇല്ലാത്ത ലിഗമെന്റ് പോയ കാലം കൊണ്ടാണ് ചാടി. ചന്തി കൂട്ടില്ല കേട്ടോ, ചന്തി ഇതിലില്ല കേട്ടോ. എന്റെ ചന്തി എന്തോന്നുണ്ടാക്കിയ ടൈൽസ് പൊട്ടി. അല്ല അതുണ്ട് അതുണ്ട്. ആരെ ടോപ്പില്? ഇടതൊക്കെ ഇവിടെ നടന്ന് മായിച്ചു നിങ്ങളെല്ലാരും. ഞാനൊന്നല്ല, ഞാൻ പറഞ്ഞതാ. ഇത് സൈക്കോ അല്ല, ഇത് അനാനി. ആടാ അണ്ടി ഞാനും അല്ലല്ല. സൈക്കോ ഇത് സൽമാന്, ഇത് ഞാന്, ഇത് ഞാന്. പൊളിഞ്ഞത് അടുത്തത് സ്റ്റീൽ സാർ. പോടാ നാളെ രാവിലെ റിസോർട്ട് അടുത്ത പുഷപ്പിട്ടോ എന്തേ നിങ്ങൾക്ക് വെച്ച് പുഷപ്പ് ചലഞ്ചിനാണല്ലേ? ആദ്യം മത്സരിക്കാൻ പഠിക്കടാ. മടമ്പുത്തിട്ടോ ചന്ത നേരത്തെ ചാടിയ സെക്കൻഡാ സാധനം. ഇതെന്താ രണ്ടാളുണ്ടാ? ബാസെല്ലാം പഠിപ്പിച്ചാൽ നമുക്ക് പരിപാടി ഫ്ലോപ്പായി. ഇവിടെ ഫ്ലോപ്പായി. അപ്പുറത്തെ റിസോർട്ടുകാരി അപ്പുറത്തെ റിസോർട്ടിൽ വർക്ക് ആയി കാണും. വരും സൽമാൻ ഫസ്റ്റ് വരുന്ന വരവുണ്ടായി. ചിരി സൽമാൻ ഖാന്റെ ഒരു പേരുണ്ട്.
ആക്ടിങ് ചെയ്താണ്ട് പ്രേതത്തിന്റെ ട്രാപ്പൊക്കെ പൊട്ടിച്ചു കേട്ടോ. പ്രേതത്തിന്റെ പ്രാങ്ക് കോളാക്കി തന്നു സൽമാൻ. ആടാ അത് മതി. പിന്നെ അവന് എന്താ എന്ത് ഇല്ല ഞങ്ങൾ ഇതുവരെ പുറത്തല്ലേ ഞാനൊന്ന് പേടിച്ചു. അയ്യോ ഇതെന്താ പിടക്കുന്ന മീനോ? ചുണ്ണാമ്പ് കൈ കൊടുക്കും. വെള്ളാട്ടം മൊക്കര വേണം. എടാ ഇതില് കോമഡി ഉണ്ട്. ഇതില് അനാനെ ഇത് കാണിച്ചെടുക്ക്. ഇതില് നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ, അതായത് നമ്മള് പ്രേതങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ നേരെ പ്രേത കോസ്റ്റ്യൂം ആണല്ലോ. നിക്കാന് പുതിയാപ്പിള നിക്കണ പോലെ നിക്കണത് അവിടെ ഒരാള് പ്രേതം. എവിടെ എല്ലായിടത്തും ഇന്ന് സൽമാൻ കൊണ്ടേ ഇന്നത്തെ ദിവസം. ടുഡേ സൽമാൻ ഡേ. നബീലിനെ ഞാൻ എൻ്റെ തോളത്ത് കയറ്റിയിട്ട് എല്ലാവരും, അതായത് എൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പം എല്ലാവരും ഈ റൂമിൻ്റെ ഉള്ളിൽ കറച്ച് നബിയിൽ ബാസിൽ ഉറങ്ങുന്ന റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് ലൈറ്റ് ഓണാക്കുക. ഫുൾ ഭയാനക സംഭവം വേണ്ട. അതല്ല പേടിപ്പിക്കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ റിയൽ പ്രേത കഥയാണ്. ഇതെന്താ വെച്ചാൽ നമ്മളെല്ലാവരും നമ്മൾ റൂമിൽ വേണം. നമ്മളെല്ലാവരും റൂമിൽ വേണം. അവിടെയും ഇവിടെ എന്നിട്ട് ആദ്യം കട്ടവ ഞാനോ ഇത് കണ്ടിട്ട് കഥ കേട്ടോ ഞാൻ പോവാ. പിന്നെ കണ്ടു പേടിച്ചാണ്ട് നോക്കും. തമ്പി സ്ക്രിപ്റ്റ് കൊഞ്ചം കേൾക്കുമ്പോ എന്നിട്ട് ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നബീലും ഞാനും, അതായത് ബാസിലും ഇവർ ഉറങ്ങണതിൻ്റെ നേരെ ബെഡിൻ്റെ മുന്നിൽ നിൽക്കും. അപ്പൊ ഞങ്ങൾ രണ്ടോളം പ്രേതം. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ ഓല അറിയാതെ ഓലപ്പം കടന്നുറങ്ങണം. മനസ്സിലായോ? ഓലിപ്പോ ഓൾറെഡി ഉറങ്ങണം. യെസ്. ഇതെന്താ അതാരാ പറയാ അത് സൽമാൻ ബാസിലെ സൽമാൻ അവിടെ പോയിട്ട് മുടിയാന്നിട്ട് ബസ്സിലെ പ്രേതം ഒച്ചുണ്ടാവില്ല ബാസ് നീച്ചത്. മറ്റേ താരം തീർച്ചിട്ടേ ക്യാമറ ഓഫ്. അപ്പം വേറെ പ്ലാൻ ബി അല്ല, അടുക്കളയിൽ വേറെ പ്രേതത്തിന് എത്തുക. അപ്പൊ ഇന്നിപ്പോ അടുക്കളയ്ക്കും ബാത്റൂമിൽ ഒന്നും പോകണ്ട. എവിടെ ആരാ നിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. എന്നാ നമുക്ക് പ്ലാൻ ഞങ്ങളപ്പം വരാം. പ്രേതാവണതാ സുഖം. അതാകുമ്പോ വേറെ പ്രേതത്തിനെ കണ്ട് പേടിക്കണ്ടല്ലോ. കണ്ടാ പറയാലോ നിങ്ങളും പ്രേതല്ലേ. ലാൽ ജോസാ അഭിനയം പറഞ്ഞെടുക്കാൻ ആ തോണ്ടൽ വരെ കറക്റ്റ് ആണ്. ഇങ്ങനെ ഓവറായിട്ട് അങ്ങനെ പറയുന്നത്. ബാസില് മൂട് മാറിപ്പോവും. ബാസില് ഇന്ന് മോളെ കൂടെ അല്ലല്ലോ കടന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു എളിയ വ്ളോഗ് പരിപാടി ഓണാക്കിയിട്ട് എളിയ വ്ളോഗ് എളിയ വ്ളോഗിന് അവസാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കിക്കോണ്ടി, ഇരുന്ന് കട്ട് ചെയ്തോണ്ടി. അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗ് മുന്നോട്ട് പോവുകയാണ്. കറക്റ്റിന്റെ ഉള്ളിൽ പോകാൻ പറയും. ഞാൻ പ്രേതമില്ലാത്ത സൈഡിൽ ഇജ് പ്രേതമാണ്. ഇജ് ഇവിടെ ആള് എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്റെ സംസാരം വേണം. ക്യാമറ അവിടെ മനസ്സിലായോ? ഇവന് പ്രേതല്ല പൊട്ട. അപ്പൊ സ്ക്രിപ്റ്റ് കേട്ടില്ലേ? പ്രേതടോ, പേടിക്കടോ.
ഇത് പ്രേതാണ്. ഞാൻ എന്തിനു വാസിക്കാരുടെ കിടക്കാൻ പറഞ്ഞു ഇജ്ജ് അഭിനയിക്കാനേ. അപ്പൊ ആരെ ഞാൻ ശരിക്കും കിടക്കണോ? നല്ല മറക്കങ്ങ ഇത് കണ്ടപ്പോ ടവർ പ്രേതം. എന്റെ മൂട്ടത്തെ എല്ലാം ഇറച്ചില്ല എനിക്ക്. ഞാൻ എന്നോട് എപ്പോഴും പറയലില്ല എനിക്ക് ഇറച്ചിയില്ല. എന്താ റിമോട്ടൊക്കെ തടയണ്. മസാജ് ചെയറിൽ ഇരുന്ന പോലല്ലേ പിന്നെ ചന്തി. അതൊക്കെ വ്ളോഗിൽ പോകും. ഇപ്പൊ സെൻസർ ചെയ്യലൊന്നുമില്ല. എടാ ഷാനു, നിങ്ങളിവിടെ ഒച്ചമുടി ഉണ്ടായി കഴിഞ്ഞാൽ പേടിച്ചു പോലെ എല്ലാവരും ഉറങ്ങിയ മൂടിലേക്ക്. എന്നാൽ ലൈറ്റുകളൊക്കെ ഓഫാക്കി. പക്ഷെ ഞാൻ ലൈറ്റുള്ള ഒരു ഭാഗത്തിന് നിർത്തി. ഞാൻ ചെല്ലി സ്ക്രിപ്റ്റിന്റെ ഭാഗല്ലേ. ഇമ്മേ ഞാൻ ജിംഷേൻ്റെ ഒപ്പം. പേടി നോക്കൊണ്ട് ചിലർ ചള്ളടിച്ച് പൊട്ടിച്ചു അല്ല ഞാൻ ഫ്ലാഷ് അടിച്ച് സെറ്റായി ബ്ലോഗ് സ്റ്റാർട്ട്. ആരാ കട്ടില്ലേ? ആർക്കും വേണ്ടത് രണ്ട് പ്രേതങ്ങൾ തുടക്കം. സ്വിച്ചിട്ട മരി
ലേറ്റഡ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചെങ്ങായിമാര് പ്രേതത്തിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? കെതിട്ട് ഇങ്ങനെ മേലെ കയറിക്കണ്ടാ, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാ എല്ലാരും ഇറങ്ങി ഞങ്ങളെ ഊക്കി വിട്ടു. ബാസിൽ ഇറച്ചിയായി പ്രേതത്തിനോടാണ് ഇവിടെ വന്ന് കടന്ന മുത്തേ നിറഞ്ഞു വിട്ടു. അപ്പം എന്താ പിന്നെ പ്രേതം അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ബാസിലോ പാവണം പാവണം സ്ക്രിപ്റ്റ് മൊത്തം പാടി എത്ര നേരം നിക്ക് നോക്കാലോ. കുറച്ചേരം നിർത്തലുണ്ട് നിശാന് പറഞ്ഞ്. ഞാൻ വന്ന് കണ്ണൊക്കെ എങ്ങനെ ഇവിടെ എല്ലാരും ചിരിച്ചാണ്. ചിരിച്ചണ്ടല്ലോ. ഇവിടെ മൊത്തം ചിരി. ഇതെന്താ അർശി റീച്ച് കണ്ട് പിന്നെ കടന്ന് ഒരു കൂസലില്ല. ഇനിയിപ്പോ അപ്പുറത്തെ റിസോർട്ട് കാര്യം പേടിപ്പിച്ച ഇവിടെ എല്ലാരും മനസ്സിലായി. എടാ സത്യം പറയണ്ടല്ലേ, നമുക്ക് നേരത്തെ അസീബിനെ ഇറക്കിയാൽ മതി, ബല പേടിപ്പിച്ചോ. അസീബിനെ എല്ലാരും മറന്നു. അഭിനയിച്ചാലേ ജനല്ലേ അങ്ങനല്ല, സീരിയസ് ആയി പോയി. അങ്ങനെ സീരിയസ് ആയി പോയി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തോളിലേക്ക് ഞാനാ 4 മണിക്ക് നീച്ച് അപ്പം സുഹൃത്തുക്കളെ, ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളായി നാളെ മോർണിംഗ് വ്ളോഗ് വരുന്നതാണ് ഈ റിസോർട്ടിലെ തന്നെ. അപ്പോൾ പാവൊക്കെ എണീച്ചിട്ടാ, കണ്ണൊക്കെ തിരുമ്മി എണീച്ച് എല്ലാവരും സുബേസ്കരിച്ച് ഉറങ്ങാൻ പോവാണ്. എന്തേ ഓനെ നമ്മളെ പേടിപ്പിച്ചാനെ ആനെ റെഡിയാക്കി നിർത്തണേ. അമ്മക്ക് എന്ത് നബീല് ഇവിടെ ആനെ വരച്ച അയിലെടുത്തണേ. ആനനെ വരച്ച അയിലെടുത്തണേ. അമ്മക്ക് എന്ത് ഇത് ഫുള്ള അഭിനയം. ആനനെ വരച്ചിട്ട് എനിക്കെന്തറാ ഫുള്ളാകെ പേടിച്ച്. സുഹൃത്തുക്കളെ, ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മോർണിംഗ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.